ഹലോ, നമ്മുടെ പൗച്ച് ഉണ്ടാക്കാനുള്ള സാറ്റിൻ ക്ലോത്താണിത്. ചെറിയൊരു കട്ട് പീസാണ്. അതിൽ സെൻറ്ററിൽ നമ്മളൊരു മെയിൻ ഭാഗത്ത് നമ്മൾ ചെറിയൊരു കുഞ്ഞ് എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ട്, ഒരു റോസ്. അപ്പോൾ അതിനാണ് ഈ ഒരു എംബ്രോയ്ഡറി ഹൂപ്പ്, ഏറ്റവും ചെറിയ എംബ്രോയ്ഡറി ഹൂപ്പ് എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റായിട്ടിരുന്നാലേ നമുക്ക് നല്ലപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഫ്ലവറാണ്. ഇതുപോലെ സൈഡ് നന്നായിട്ട് വലിച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കുക. ഞാൻ എംബ്രോയ്ഡറി ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ഉള്ള ഫ്ലവറാണ്. 5 ലൈൻസ് ഇട്ടിട്ട് ഒന്നിടവിട്ട് അതൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. വേറെ ടഫായിട്ടുള്ള ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. ഇതിൽ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ചെയ്താൽ മതി. നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഞാൻ 2 ചെറിയ ഫ്ലവേഴ്സ് കൂടെ ഒന്ന് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. എത്രയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്ലവേഴ്സ് ചെയ്യാം. ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്തിട്ടുള്ളത്. ഇനി ഹൂപ്പൊക്കെ അഴിച്ച് മാറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് മറച്ചിട്ടിട്ട് നമ്മൾ മടക്കി കൊടുക്കുക താഴോട്ട്. എന്നിട്ട് സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ സെയിം ത്രെഡ് യൂസ് ചെയ്ത് അത്രയും നല്ലതാണ്. ഞാനിവിടെ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. പുറത്തേക്ക് വരുമ്പോൾ ഉള്ള കളറ് ഏകദേശം സിമിലർ ആയിട്ടുള്ള കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് മടക്കി കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിത് മടക്കിയിട്ട് ഇതിൻ്റെ ഷേപ്പ് നോക്കണേ. ഇത് കട്ട് പീസ് എടുത്തതുകൊണ്ടാണ് ആ ഷേപ്പിലിരിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. സൈഡും താഴെയും സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് താഴെ തൂങ്ങിക്കിടക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്കിത് മറിച്ചിടാം മീൻസ് ഉള്ളിലെ ഭാഗം പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ അത് പുറത്തിട്ട് എടുത്തതിന് ശേഷം നമുക്കൊരു ത്രെഡ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ത്രെഡോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് അടിച്ചിട്ടുള്ളതോ കയറോ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് തറ്റത്തൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് ഉള്ളിലൂടെ അതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ നമ്മൾ ഉള്ളിലൂടെ പിന്ന് വെച്ചിട്ട് നമ്മൾ ആ ത്രെഡ് പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പൗച്ചിൻ്റെ ഹാൻഡിലും റെഡി ആയിട്ടുണ്ട്. ഇത് പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ തറ്റത്ത് 2 നോട്ട് ഇട്ട് കൊടുക്കുക. നോട്ടോ
അല്ലെങ്കിൽ മുത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മുത്ത് വെച്ചിട്ട് ചെയ്യാം, കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഞാനിവിടെ നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് വലിച്ചു കഴിയുമ്പോൾ നമ്മുടെ പൗച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ എംബ്രോയ്ഡറി ചെയ്തു വന്നപ്പം കുറച്ച് സൈഡിലേക്കായി പോയി, അതുകൊണ്ട് ഞാൻ 2 ഫ്ലവറും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും. ഞാൻ 1-2 ഫ്ലവേഴ്സ് കൂടെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പൗച്ച് റെഡിയായി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ക്യൂട്ടായിട്ടില്ലേ?